എറണാകുളം സെൻട്രൽ സ്ക്വയർ മോളിലെ സിനിപോളിസ് ഐമാക്സിൽ മുഫാസ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇതാണ് നമ്മുടെ ഐമാക്സിൻ്റെ ലോബി. സ്ക്രീൻ 2 ആണ് ഐമാക്സ് ആക്കിയിരിക്കുന്നത്. ശങ്കര പിന്നെ തെങ്ങി തന്നെയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കഫറ്റീരിയൻ്റെ കാര്യത്തിലും പഴയ സ്ക്രീൻസിൻ്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല. ഗൈസ്, ഇവിടെ ഒരു പുഷ്പരാജ് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്നതല്ല. തലയില്ലാത്ത പുഷ്പരാജ് എന്തോന്നടേ. ഇവിടെ ആർക്കും പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. എന്താ വെച്ചാൽ തലേന്ന് വെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 11:30 തുടങ്ങേണ്ട പടം 11:35 പോലും ഡോറ് പോലും അവർ തുറന്നില്ല. അവസാനം 12 മണി ആയപ്പോഴത്തേക്ക് അവർ കയറ്റി വിട്ടു. കിടിലൻ ഇൻറ്റീരിയർ വർക്കാണ് കേട്ടോ ഐമാക്സുകാർ ചെയ്തിരിക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്കറിയാം. ഐമാക്സിൻ്റെ ലോഗോ, അവരുടെ ഡിസൈൻസ്, പിന്നെ നമ്മുടെ സീറ്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പറയാനുണ്ട്. ഇതാണ് നമ്മുടെ 3D ഗ്ലാസസ്. 3D ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് ഈ കൗണ്ട് ഡൗൺ. നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് പൊളി കൗണ്ട് ഡൗൺ ആണ്. നിങ്ങൾ 3D പടം കാണാനായിട്ട് ഐമാക്സ് പോകുകയാണെങ്കിൽ ഇത് മിസ് ചെയ്തു. ഒരു 10 മിനിറ്റ് നേരത്തെ പോയാൽ അത്ര അടിപൊളിയായിരിക്കും. ഇന്ന് ഞാൻ 10 മിനിറ്റ് നേരത്തെ പോയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നു, അത് വേറെ കാര്യം. എന്നാലും ഈ കൗണ്ട് ഡൗൺ നിങ്ങൾ പടം കണ്ടില്ലെങ്കിലും ഈ സാധനം ഇരുന്ന് കാണണമെന്നേ ഞാൻ പറയുള്ളൂ. ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ ബെസ്റ്റാണ്. നമ്മൾ പണ്ടൊക്കെ സിനിമയിൽ കാണുന്ന പോലത്തെ കിണ്ണം കാച്ചി സാധനമാണിത്. ഇൻ്റർവെല്ലായപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ കിട്ടി. സ്ക്രീനിൽ സിനിമയാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തന്നു. ഇത് ഫ്ലാഷ് ലൈറ്റിൽ എടുത്താണ് കേട്ടോ ഈ സീറ്റ്. 6 ചാനൽ ഓഡിയോ വരുന്ന ഐമാക്സ് XT വിത്ത് ലേസർ പ്രൊജക്ഷനുള്ള തിയേറ്ററാണ് നമ്മുടെ കൊച്ചിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം എത്ര കിണ്ണം കാഴ്ചയാണ്. ഇത് ഞാൻ 3D ഗ്ലാസിൻ്റെ അകത്തുകൂടി നമ്മുടെ ക്യാമറ വെച്ചിട്ട് എടുത്താണ്. അതിൻ്റെയാണ് ചെറിയൊരു ഒടിവും ചരിവുമൊക്കെ. പക്ഷേ നിങ്ങൾ വിഷ്വൽ നോക്കുക ഗൈസ്, ഇതൊന്നുമല്ല, നിങ്ങൾ ശരിക്കും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണെന്ന് തന്നെ ഞാൻ പറയും. ഈ പടം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഐമാക്സ് ഓറിയൻറ്റഡ് DCPയിൽ വരുന്ന സിനിമകൾ ഏതെങ്കിലും നിങ്ങൾ പോയി കണ്ടു നോക്കേണ്ടതാണ്. അത്രത്തോളം അടിപൊളി ക്വാളിറ്റിയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ്. സിനിപോളിസ് സെൻട്രൽ സ്ക്വയർ മോളിൽ വന്നിരിക്കുന്നത്. കൊച്ചിയിലത്തെ ആദ്യത്തെ ഐമാക്സ്, കേരളത്തിലെ രണ്ടാമത്തെ ഐമാക്സ് XT വിത്ത് ലേസർ പ്രൊജക്ഷനിൽ വരുന്ന സ്ക്രീനാണ് നമ്മുടെ ഇത്. കറക്റ്റ് സ്ക്രീനിൻ്റെ ഇഞ്ചസ് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇത് 6 ചാനൽ ഓഡിയോ ആണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. പിന്നീട് എന്ത് പറയാൻ പടത്തിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. പടം ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ, പിള്ളേരൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പടം. ഞാൻ ഹിന്ദിയാണ് കണ്ടത്. ഷാറൂഖ് ഖാൻ്റെ വോയിസിലൊക്കെ അടിപൊളിയായിരുന്നു. സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, അത് ചെറിയൊരു പോരായ്മയായി പോയി. ഇരുന്നാലും കാണാൻ നല്ല രസമായിരുന്നു. കിട്ടില്ല വിഷ്വൽസ്, എൻ്റെ പൊന്നോ. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണടിച്ചു പോകണം, അത്ര കിട്ടില്ല വിഷ്വൽസ്. ഐമാക്സിൽ നമുക്ക് കിടിലനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ ഒരിക്കലും മിസ് ചെയ്തത് കേട്ടോ. അതെന്തായാലും ആ 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും പോകണം. അത് കിണ്ണ സാധനമാണ്. അത് അവതാർ കാണാൻ വേണ്ടി ഞാൻ പോയപ്പോഴും ആ സാധനം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പറയാനാണെങ്കിൽ പടം ജസ്റ്റ് കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. സിനിപോളിസിനെ കുറിച്ച് പൊളിച്ചടാ ശരിക്കും. നിങ്ങൾ കലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കുറേ നിങ്ങളെ ഊക്കിയിട്ടുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടും ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ടും അങ്ങനത്തെ പല കേസ് കെട്ടുകൾക്കും ഞാൻ തന്നെ കുറേ റാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊളിച്ചു. നമ്മൾ ഭയങ്കര അപ്രത്യക്ഷമായിട്ട് 2-2.5 മാസം കൊണ്ട് എന്തോരോ ഒരു പണിയും തീർത്തു. ഡിസംബറിൽ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഡിസംബറിൽ തന്നെ തുടങ്ങുകയും ചെയ്തു. അതെന്തായാലും പൊളിച്ചതേ. ഐമാക്സ്, അതും ലേറ്റസ്റ്റ് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഒരു ഐമാക്സ് XT വിത്ത് ലേസർ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് നന്നായി. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇരിക്കുന്നത് 2K ആണ്, ഇത് 4K ആണ്. ഇവിടെ നമുക്ക് 4K 3D പടങ്ങളൊക്കെ കാണാം. ഇതൊക്കെ നമ്മുടെ FRK പകർന്നു തന്ന അറിവുകളാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പിന്നീട് പറയാനുള്ളതാണെങ്കിൽ അവിടുത്തെ സീറ്റ്സ് നോർമൽ ഐമാക്സിലെയോ അല്ലെങ്കിൽ നമ്മുടെ PXLലുള്ള പോലത്തെ സീറ്റ്സ് അല്ല അവിടെ ഉള്ളത്. അവരുടെ ആ ഒരു ഇൻക്ലൈൻഡ് സെറ്റപ്പിൽ അവർ മുമ്പ് വെച്ചിരുന്ന സീറ്റ്സിൻ്റെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു ലെതർ വേരിയൻറ്റ് ടൈപ്പ് സീറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചാരിയാൽ മാത്രമേ ആ ലോക്കായിരിക്കുള്ളൂ. ബാക്കിയുള്ള സീറ്റ്സ് ഒക്കെ നമുക്ക് ചുമ്മാ ഇരുന്നിട്ട് പിന്നെ ഒന്ന് ചാരിയാൽ മതി. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ ഇരിക്കും. ചാരിയാൽ നമുക്ക് നല്ലോണം ഇരിക്കാൻ പറ്റും. പക്ഷെ ചാനൽ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഒപ്പം തന്നെ വരും. ആ ഒരു സംഭവമാണ് അവർ വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല ലെതർ സീറ്റാണ്. ഇരുന്ന് മറ്റേ മടുക്കൊന്നുമില്ല. അത്യാവശ്യം ഫുഡ് സ്പേസ്, ഫുഡ് സ്പേസിൻ്റെ കാര്യം പണ്ടേ സിനിപോളിസിൻ്റെ കാര്യം പറയണ്ട. ആ ഒരു ഇൻക്ലൈൻഡ് സീറ്റ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം, ഫ്രണ്ടിലുള്ള ആൾ എണിച്ചാൽ പോലും നമുക്ക് പുറകിൽ നിന്ന് പടവും കാണാൻ പറ്റും. എന്നാൽ നല്ല ഫുഡ് സ്പേസും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഇറങ്ങി ഓടാനോ എല്ലാം തോന്നുകയാണ്. ചില പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഇറങ്ങി ഓടാൻ. അപ്പോഴൊക്കെ ഉള്ള നല്ല ഫുഡ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നീട് എന്താണ് പറയാൻ, ഇവർ 12 ചാനൽ ഓഡിയോ ആക്കാൻ പോയപ്പോഴത്തേക്കും സൗണ്ട് ലീക്കിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇവർ 6 ചാനലാക്കി മിനിമൈസ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത്. പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം സംഭവം കൊള്ളാം.
എനിക്ക് ബോധിച്ചത്. പക്ഷേ ഞാൻ നല്ലത് കണ്ടാൽ നല്ലതും പറയും, ചീത്ത കണ്ടാൽ ചീത്തയും പറയും. ഞാൻ അത് എനിക്ക് എന്തെന്നറിയോ, എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി, ഇതിൽ തന്നെ പറയണമെന്ന് തോന്നി. തുടക്കത്തിൽ മറ്റേ അഭിമാനിച്ച് വിട്ടിട്ട് പിന്നെ അപമാനിച്ചെന്ന് പറയരുത്. എന്ത് തേങ്ങയ്ക്കാണ് മറ്റേ മുഫാസയ്ക്ക് ഇത് സാധാരണ സ്ക്രീനിൽ 250 രൂപ ചാർജ് ചെയ്തിരിക്കുന്നത്? എനിക്കറിയണം എന്ത് തേങ്ങയ്ക്കാണ്. കാരണം PXL റേറ്റ് 250 രൂപ. ഇവിടുത്തെ ഈ ചാർട്ട് സെറ്റപ്പിൽ നോർമൽ സ്ക്രീൻസിന്റെ കാര്യം ഉണ്ടാകാൻ പറഞ്ഞേ. നോർമൽ സ്ക്രീൻസ് ആയ 1, 3, 4, 5, 6, 7, 8 ശരിയാ 8ഉം മറ്റേ സിനിപോളിസ് 1, 2, 3 അങ്ങനെ ടോട്ടൽ 10 സ്ക്രീനിൽ എന്ത് തേങ്ങയ്ക്കാണ് മറ്റേ 250 രൂപ മുഫാസയ്ക്ക് 3Dക്ക് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുണ്ടായിട്ടാണ് ബ്രോ? നിങ്ങൾ മറ്റേ വല്ല ഇത് ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ അല്ലെങ്കിൽ വെല്ലുവിളിച്ചിട്ടുണ്ടോ? യവന്മാർ പറയുന്നത് ഇത്ര കാശ് പിടുങ്ങാം, യവന്മാർ ഇങ്ങനെ പറ്റിക്കാന്നൊക്കെ ആരെങ്കിലും ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അതാണ്. സംഭവം നിങ്ങൾ ഐമാക്സ് ഒക്കെ കൊണ്ടുവന്ന് നല്ലതൊക്കെ തന്നെ, പക്ഷേ പഴയ സ്ക്രീൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പണ്ട് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളടേ. മര്യാദയ്ക്കുള്ള ഒരു പ്രോപ്പർ സൗണ്ട് അല്ല. പ്രൊജക്ഷനിലാണെങ്കിൽ ഇരുട്ടേറിയിരിക്കും, സീറ്റിലാണെങ്കിൽ ഇരിക്കാൻ ഒരു സുഖമില്ല, ചിലപ്പോഴൊക്കെ AC കാണൂല. കഴിഞ്ഞ ദിവസം എൻ്റെ പഴയൊരു നെയ്ബർ പുള്ളി സൂക്ഷ്മദർശിനി കാണാൻ പോയി. സൂക്ഷ്മദർശിനി കാണാൻ പോയപ്പോഴത്തേക്കും പടം ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് മുൾമുനയിൽ എത്തിയ സമയത്ത് സ്ക്രീൻ കട്ടായി പോയിരുന്നു. എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഓഫായി പോയിരുന്നു. പുള്ളി വിചാരിച്ച് ഡയറക്ടർ ബ്രില്യൻസാ, എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണം. പിന്നെ കൂവല് ആർപ്പുള്ളിയും കേട്ടപ്പോഴാണ് അങ്ങേർക്ക് മനസ്സിലായത് സാധനം പോയിരുന്നു, പ്രൊജക്ഷൻ അടിച്ചു പോയിരുന്നു, സൗണ്ട് മാത്രം. എന്തിനാടേ അതുപോലെ ഈയിടയ്ക്ക് വേറെ എന്തോ ന്യൂസ് കേട്ടായിരുന്നു, പുഷ്പ 2ന്റെ സെക്കൻഡ് ഹാഫ് എന്തോ അതെടുത്ത് പ്ലേ ചെയ്തെന്നാ അങ്ങനെ എന്തൊരു തൊല്ല ഉണ്ടാക്കിയത്. എന്തോന്നൊക്കെയാടേ കേൾക്കണത്? ഒരു നാണോ മാനോ ഇല്ല. നിങ്ങൾ മറ്റേ പോപ്കോൺ വിറ്റ് കാശ് ഉണ്ടാക്കണം നിങ്ങളേത്. ശരി, ടിക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരിതുണ്ട്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ 4K ലേസർ അറ്റ്മോസ് വരെയുള്ള തിയേറ്റർ 250 രൂപ മാക്സ് ചാർജ് ചെയ്തിട്ട് PXL പോലെയുള്ള വലിയ സ്ക്രീനുള്ള അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മെയിൻ്റനൻസും എല്ലാം ഉള്ള ഒരു തിയേറ്ററിൽ 250 രൂപ ചാർജ് ചെയ്യുമ്പോൾ എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ ഇവിടെ 250 രൂപ ചാർജ് ചെയ്യണത്? എനിക്ക് അതിനോടാത്ത കാര്യമാണ്. ഇതുകൊണ്ടാണ്, അത് മാത്രമല്ല, ഇത് അറിയാത്ത കുറെ പാവങ്ങൾ കുറെ കാശുകളെയും അവിടെ പോയി ഇരിക്കുകയും ചെയ്യും. ആ ടർബോ ഒക്കെ വന്നപ്പോൾ 10-300 രൂപയ്ക്ക് എന്തോ ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ടാ. എന്തോന്നടേ എനിക്ക് മനസ്സിലാത്തതാണ്. എന്ത് തേങ്ങ എടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ, ഞാൻ ഇപ്പൊ കടവന്ത്രയാണ്, എനിക്ക് ഏറ്റവും അടുത്തുള്ള 2 തിയേറ്ററുകളാണ്. 2 തിയേറ്റർ ഉണ്ട്. ഏറ്റവും അടുത്തുള്ള ഷെനോയ്സ്, സിനിപോളിസ്, പിന്നെ നമ്മുടെ കവിത, പത്മ, അങ്ങനെ പോകും. ഇത്ര അടുത്ത് ഈ ഒരു ഭാഗം ലൊക്കാലിറ്റി, ഈ ഒരു സംഭവം ഏരിയ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും സൗകര്യം മൂത്ത് അവിടെ കയറി പോവുള്ളൂ. ഫാമിലി ആയിട്ട് പടം കാണാനും അല്ലാതെ ഇതിനൊക്കെ ആയിട്ട് അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും എല്ലാ കാലത്തും പറ്റിയാൽ ഒക്കൂല. എന്തെങ്കിലൊക്കെ ഇത് എല്ലാവർക്കും അടുത്ത് തുടങ്ങും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നി തുടങ്ങും ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ കൊള്ളൂല, ഇനി വരണ്ടെന്ന്. അങ്ങനെ തോന്നവരൊക്കെ ഉള്ളൂ നിന്റെയൊക്കെ അർമാദം. ഞാൻ വേറൊരു സെൻസിലായിട്ട് എനിക്ക് മറ്റേ പൂട്ടിക്കണമെന്നോ അങ്ങനെ ഞാൻ ഉണ്ടല്ലോ, ഒരു കാലത്ത് സിനിപോളിസ് നിരങ്ങി നടന്ന ഒരുത്തരാണ് ഞാൻ. കയറി ഇറങ്ങി പടം കണ്ടിട്ടുണ്ട് സിനിപോളിസിൽ. 2015 എന്തോ തുടങ്ങി തോന്നുന്നു. 2015, 16, 17 ആ ഒരു 2-2.5 കൊല്ലത്തോളം അവിടെ കയറി ഇറങ്ങി പടം കണ്ട ഒരാളാണ് ഞാൻ. തുടക്കം ഞാൻ കാണുന്ന പടം കുഞ്ഞിരാമേണ, അവസാനം ഞാൻ അവിടെ പൂട്ടറേന് മുമ്പ് കണ്ട പടം സൺഡേ ഹോളിഡേയാണ്, സിനിപോളിസ് VIP അത് കണ്ടത്. ഇത്ര എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം അവിടെ കയറി ഇറങ്ങണമെന്ന് ഉണ്ടാവും. ഇഷ്ടം പോലെ പടം അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. പണ്ടത്തെ അവരുടെ ആ ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ഫീച്ചർ ആയിട്ടുള്ള ആ ഒരു ടിക്കറ്റ് പ്രൈസ്, രാവിലെ പോയാൽ 85 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ പടം കാണാമായിരുന്നു. 80, 100, 120. ഉച്ചയ്ക്ക് വരാണെങ്കിൽ 100, 120, 150. വൈകിട്ട് വരുമ്പോൾ പിന്നെ ഒരു 100, 150, 170. എന്നാലും അപ്പോഴും ഉണ്ടടേ. മറ്റേ പൊരിക്കടേൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. പൊരിയവന്മാർ 10 രൂപേൻ്റെ പൊരിയവന്മാർ ഉണ്ടാക്കിയിട്ട് 500 രൂപയ്ക്കാണ് വിൽക്കണത്. അതിപ്പോഴും അന്ന് തന്നെ, അന്നും ഇങ്ങനെ തന്നെ. അത് അതിലൊന്നും പറയാനില്ല. അത് അവരുടെ ശരി. ഒരു സിനിമ കാണാൻ ഒരാൾ വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയെങ്കിലും കുറച്ച് സെറ്റപ്പ് അവിടെ ഉണ്ടാക്കണേ. എനിക്കല്ലാതെ വേറെ ഒന്നും പറയില്ല. പിന്നീട് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതിയൊക്കെ ശരി തന്നെ, ഐമാക്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നു ശരി തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ 700 രൂപയാണ് മുഫാസ 3Dക്ക് ടിക്കറ്റ് ചാർജ് ചെയ്ത് വെച്ചിരുന്നത്.
നല്ല പള്ളുവിളി കിട്ടിയെന്ന് തോന്നുന്നു, എല്ലാത്തിനും നല്ല തെറിവിളി കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെ രാവിലെ നോക്കിയപ്പോഴത്തേക്കും 500 സംതിങ് രൂപ. ഏറ്റവും അതേ ഷോയ്ക്ക് ഞാൻ ഇന്ന് പോയ അതേ ഷോയ്ക്ക് രാവിലെ നോക്കിയപ്പോൾ 500 ചില്ലറ രൂപ, ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 350 രൂപ. എങ്ങനെ ഇരിക്കണം? 350 രൂപ ടാക്സും ചേർത്ത് 430 രൂപയ്ക്കാണ് ഞാൻ പണം കണ്ടിട്ട് ഇറങ്ങിയത്. 400 രൂപ, ഒരു 500 രൂപ വരെയൊക്കെ ഓക്കെയാണ്. 500 രൂപ വരെയൊക്കെ ന്യായമായിട്ടുള്ള വിലയാണ്. ഇനി ബറോസ് വരുമ്പോൾ കണ്ടറിയാം. നിങ്ങൾ മറ്റേ അറക്കവാളെ കൊണ്ട് നടക്കല്ലേ ഇങ്ങനെ പാവങ്ങളെ കഴുത്ത് വെട്ടിക്കൊല്ലാനായിട്ട്. നല്ലതുണ്ടെങ്കിലും നമ്മളെ പുറകെ ആൾക്കാർ വരും എന്നുള്ളതല്ല, അവരെ നല്ല രീതിയിൽ ആകർഷിപ്പിക്കുക. ഒറ്റ പ്രാവശ്യം വന്ന് പോകണതിൻ്റെ അല്ല, അവരെ കാലാകാലത്തോളം നമ്മുടെ അടുത്ത് നിർത്താൻ നോക്ക്. ഞാൻ വലിയ മറ്റൊന്നൊന്നുമല്ല ഇത് പറയാൻ. നിങ്ങൾ മറ്റേ അവൻ ഏതവൻ അവൻ ആ വക സംഭവങ്ങളൊന്നുമല്ല, അതൊന്നുമല്ല. നമ്മൾ ഒരു കാശ് കൊടുത്ത് ഒരു പടം കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പറയും. കാശ് കൊടുത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് എന്തായാലും പറഞ്ഞു പോകും. അപ്പം അത്രേ പറയാനുള്ളൂ. ഐമാക്സ് മച്ചാമാരെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത്രത്തോളം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്നു, ഐമാക്സ് പൊളിയായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമാണ്, ഇവർക്കൊക്കെ ഈ PXL ആയാലും ഇപ്പം ഐമാക്സ് ഒന്നതായാലും ഒരു കൊല്ലം മുമ്പ് യുവന്മാർക്ക് ഇത് ചെയ്തുകൂടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മലയാള പടങ്ങളായ മഞ്ഞുവൽ ബോയ്സും ബ്രഹ്മയുഗവും ഒക്കെ ഐമാക്സ് അല്ലെങ്കിൽ PXL ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമായിരുന്നു. ഫുൾ ഫിറ്റില് ഫ്ലാറ്റ് റേഷ്യോ പടങ്ങൾ ആ 2 പടങ്ങളായിരുന്നു. അത് പറ്റിയില്ല. എല്ലാം കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കാര്യം അങ്ങനെയാണ്, എല്ലാം കഴിഞ്ഞിട്ടേ ഒരു കാര്യം അറിയുള്ളൂ. അല്ലെങ്കിൽ മറ്റേ വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ നോട്ടീസ് വരുള്ളൂ എന്ന് പറയണമല്ലേ. അപ്പൊ അത്ര പറയുള്ളൂ. മുഫാസ ഭയങ്കര എന്താ പറയാ, പിള്ളേരെ സെറ്റിന് കൊണ്ടിരുത്തിയ അവര് നല്ല രസമായിരിക്കും. പിന്നെ ഹിന്ദിക്ക് കൊണ്ടിരുത്തിയ ഷാറുഖ് ഖാന്റെ വോയിസ് കൊണ്ട് നല്ല പോകോയോ കാർട്ടൂൺ നെറ്റ്വർക്കോ ഡിസ്കവറി ചാനലിലോ ഹിന്ദിയിൽ ഇരുന്ന് കാണുന്ന പോലെ കാണാം. അല്ലാത്ത പക്ഷം വലിയ ഗുണമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. വിഷ്വൽസിനാണ് പ്രാധാന്യം. കണ്ണടിച്ചു പോണ വിഷ്വൽസ്, നല്ല വെള്ളത്തിലൊക്കെ ഉള്ള ഒരു കിണ്ണം കാച്ചി ഷോട്ടൊക്കെ ഉണ്ട്. ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, തെറ്റായി പോയെന്ന് അറിയാം. എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾ പടത്തിന് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അല്ല വാക്കുകളിൽ കൂടി അത്ര പ്രകടമായില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്, കണ്ടത് നിജം, കാണാത്തത് പോയി. അപ്പൊ ശരി, ബൈ ബൈ.